ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഹെയർ ആക്സസറീസ് ഒക്കെ ഒന്ന് ക്ലീനിങ്ങും പിന്നെ ഓർഗനൈസിങ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ആക്സസറീസിൻ്റെ വാർഡ്രോബ് കിടക്കുന്നത്. വളരെ വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കുവാണ് ഫസ്റ്റ് തന്നെ. അങ്ങനെ ഞാൻ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെടുത്തത് അടുത്ത ദിവസമാണ് പിന്നെ ബാക്കി ചെയ്യുന്നത്. സ്കൂളുണ്ടായിട്ട് പെട്ടെന്ന് ചെയ്യാനൊന്നും പറ്റത്തില്ല, സമയം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ എല്ലാം ക്ലീൻ ആക്കി വെച്ചതിനകത്തുനിന്ന് വേണ്ടാത്ത കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്ത് പറക്കി മാറ്റി കളയുവാണ്. അങ്ങനെ ഇതെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ബോക്സിനകത്തിരുന്ന എല്ലാ സാധനവും കാലിയാക്കി ബോക്സെല്ലാം നീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രെയിൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടാണ് ഒരുപാട് സാധനങ്ങൾ ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. കണ്ട ക്ലിപ്പ് എല്ലാം ഉണ്ട്, ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കണം. അങ്ങനെ ഞാൻ ഒരു ബോക്സ് എടുത്തിട്ട് വേണ്ടാത്ത ചെറിയ സാധനമൊന്നും ഞാൻ യൂസ് ചെയ്യാത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ബോക്സിനകത്താക്കി വെക്കുവാണ്. അങ്ങനെ എല്ലാം ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ക്ലോസ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ അതും അടിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ആ സൈഡിലോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മീഷോയിൽ നിന്ന് ഒരു ഓർഗനൈസർ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വന്നു. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓർഡർ ചെയ്തിട്ട് 1.5 ആഴ്ചയായി, ഇപ്പോഴാണ് വരുന്നത്. നിങ്ങൾ മീഷോയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പം കുറച്ച് നേരത്തെ ഓർഡർ ചെയ്യണം, അതാകുമ്പോൾ പെട്ടെന്നങ്ങ് വരും. ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. അന്നെങ്കിലും എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളല്ലോ. അങ്ങനെ ഞാൻ അൺബോക്സ് ചെയ്യുവാണ്. അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓർഗനൈസ് ബോക്സ്. നല്ല ട്രാൻസ്പെറൻറ്റ് 4 ബോക്സസാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ 4 കൂടെ 230 രൂപ ആണ്. അത്യാവശ്യം വേർത്താണെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് തറയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കയറിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ കോഡ് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് പോയി ഓർഗനൈസ് ചെയ്ത് വെക്കാം ഈ ബോക്സിനകത്ത്. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ക്രഞ്ചസ് ബണ്ണൊക്കെയാണ്. അപ്പം ഞാൻ സ്ക്രഞ്ചസ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സ്ക്രഞ്ചസും ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഓർഡർ ചെയ്യണം. അതിപ്പോഴൊന്നും വരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ച് വീഡിയോ ഇങ്ങനെ ലേറ്റായി പോവും, ഇപ്പോഴേ അങ്ങ് ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ 3 സ്ക്രഞ്ചസ് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ഞാൻ വെച്ച് 2 ബണ്ണ് വെക്കാമെന്നാണ് വലിയത്. പിന്നെ ഞാൻ ഒരെണ്ണേ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ബ്ലാക്ക് കളർ ബണ്ണും വെക്കുന്നുണ്ട്. എനിക്ക് ബ്ലാക്ക് കളർ ബണ്ണാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ബ്ലാക്ക് കളർ ബണ്ണ് വെക്കുന്നുണ്ട്. പിന്നെ ഒരു 6 സെറ്റ് വരുന്നത് ഈ ബണ്ണും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതും വെക്കുന്നു. അങ്ങനെ ആ ബോക്സിനകത്ത് അതെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ആ വൈറ്റ് ബണ്ണ് അങ്ങ് എടുത്ത് മാറ്റിയായിരുന്നു, എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇതിനകത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത ബോക്സ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ലിപ്പ്, ക്രാബ് ഒക്കെയാണ്. അപ്പോൾ ഒരു സെറ്റ് ക്ലിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആ പേപ്പറിൽ നിന്ന് ആ ക്ലിപ്പെല്ലാം ഊരി മാറ്റുവാണ്. എന്നിട്ട് അതെല്ലാം അടച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുവാണ്. എനിക്ക് ആ പേപ്പറോട് ഇടുമ്പം അത് ഇഷ്ടപ്പെട്ടില്ല.
ഇതാകുമ്പം എടുക്കാനും പറ്റും, പെട്ടെന്ന് കാണാനും നല്ല രസമുണ്ട്. പിന്നെ ഇതാ 4 ക്രാബും, ചെറിയ ക്രാബാണേ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഈ ബോക്സ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ അത് മടിച്ച് വെക്കുന്നുണ്ട്. അടുത്ത ബോക്സ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ്. എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഈ പൗച്ചിലാണ്. അത് കുത്തി നെരുങ്ങി, അതും ആ പൗച്ച് അടയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബോക്സ് വന്നിട്ട് ഇതിനകത്തെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന്. അതുമാത്രമല്ല ഈ പൗച്ച് വളരെ ദയനീയ അവസ്ഥയിലാണ്. കാരണം ഉപ്പലും പൊടിയും എല്ലാം പിടിച്ചിരിക്കുകയാണ്, ഒരുമാതിരി ഇരിക്കുകയാണ്. അപ്പോഴേ ഞാൻ വിചാരിച്ച് ഈ ബോക്സ് വന്നിട്ട് അതിനകത്തോട്ട് സെറ്റാക്കി വെക്കണമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു NBBയുടെ വൈപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാഴ്സിൻ്റെ ഐഷാഡോ പാലറ്റ് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ NBBയുടെ ഒരു മസ്കാര വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ വാങ്ങിയത് പർപ്പിളിൽ നിന്നാണ്. ഈ മേക്കപ്പ് ഐറ്റംസ് മൊത്തം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് തറയിൽ കൊടുക്കുന്നത്. ഈ പ്രൊഡക്റ്റ് എല്ലാം അടിപൊളി സാധനങ്ങളാണ്, അത്യാവശ്യം നേരം ലോങ് ലാസ്റ്റിങ്ങും ചെയ്യും. അങ്ങനെ ഇതാ ലിപ്സ്റ്റിക്കും ലിപ് ബാമും ലിപ് ടിൻറ്റും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ NBBയുടെ ഒരു ഐലൈനറും വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൺമഷി എഴുതാറില്ല, പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കട്ടെ, അങ്ങനെ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഗൈസ്, എൻ്റെ പൗച്ചിൻ്റെ അവസ്ഥ ഉണ്ടോ, വളരെ പോറാണ്. അതിനകത്ത് കുറേ പൂപ്പലും വേറെ എന്തോ പോലൊക്കെ നിൽക്കുന്നത്. അത് കഴുകിയിട്ടൊന്നും പോകുന്നതും ഇല്ല, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇതാണ്ട ഈ ബോക്സ് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബോക്സ് കാണാൻ, മേക്കപ്പ് ഐറ്റംസ് എല്ലാം കൂടി ഇരുന്നപ്പം. അടുത്ത ബോക്സ് ഞാൻ വെക്കുന്നത് ബാംഗിൾസ്, ചെയിന്, വാച്ചൊക്കെയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബാംഗിൾ പോലെ ഇരിക്കുന്ന ഒരു സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചെയിൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു ചെയിൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ എൻ്റെ മറ്റേ പൗച്ച് ഇരുന്നപ്പോൾ എല്ലാം കൂടെ കടന്ന് കുരുങ്ങുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുരുങ്ങുന്നൊന്നുമില്ല. അങ്ങനെ പിന്നെ ഒരു മാലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സ്മാർട്ട് വാച്ചും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ബോക്സും സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാ ബോക്സും സെറ്റായിട്ട് ഇവിടെ പോകുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി. എല്ലാം എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാണാൻ. ഗൈസ്, ഇതിൻ്റെ മുകളിൽ ഇരുന്ന സാധനം എല്ലാം പറക്കി മാറ്റി, ബാക്കി ഇച്ചിരി സാധനങ്ങളുണ്ടായിരുന്നു, അതും എല്ലാം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ട്രെയിലിരുന്ന ആ പൗച്ചിനായിട്ട് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവെക്കാനാണ് ഞാൻ ഇവിടാണ് ഇപ്പം തൽക്കാലത്തേക്ക് എൻ്റെ ഈ ഓർഗനൈസ് ബോക്സ് എല്ലാം കൂടെ വെക്കുന്നത്. ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവെക്കും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടാണ് വെക്കുന്നത്. അങ്ങനെ എല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ സ്പേസും ഉണ്ട്, എല്ലാം നീറ്റായിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.